നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളമശ്ശേരിയിലെ സ്കൂളിലെ 3 വിദ്യാർത്ഥികൾക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 2 പേരുടെ പരിശോധനാ ഫലം ഇനിയും പുറത്തു വരാനുണ്ട്. അതിനുശേഷം മാത്രമാണ് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എറണാകുളം കളമശ്ശേരിയിലെ ഒരു സ്വകാര്യ സ്കൂളിലെ 1-2 ക്ലാസ്സുകളിലെ 5 വിദ്യാർത്ഥികളെയാണ് 2 സ്വകാര്യ ആശുപത്രികളിലായി രോഗലക്ഷണത്തെ തുടർന്ന് പ്രവേശിപ്പിച്ചത്. ഇതിൽ 3 വിദ്യാർത്ഥികൾക്കാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സ്കൂളിൽ അടുത്ത ദിവസം നടക്കേണ്ട പ്രൈമറി തല പരീക്ഷകളെല്ലാം തന്നെ മാറ്റിവെച്ചു. സ്കൂൾ താൽക്കാലികമായി അടച്ചിടാൻ കളമശ്ശേരി നഗരസഭയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കടുത്ത തലവേദനയും പനിയും അനുഭവപ്പെട്ടതോടെയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശനിയാഴ്ച മുതലാണ് വിദ്യാർത്ഥികൾക്ക് രോഗലക്ഷണം കണ്ടു തുടങ്ങിയത്. ആരുടെയും നില ഗുരുതരമല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എറണാകുളം DMO വ്യക്തമാക്കിയിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചതിനെ തുടർന്ന് സ്കൂളിൽ അടുത്ത ദിവസം നടക്കേണ്ട പ്രൈമറി തല പരീക്ഷകളെല്ലാം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന കുട്ടികൾ മറ്റുള്ളവർക്കൊപ്പം ഇടപഴകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഭക്ഷണത്തിലൂടെയും വായിലൂടെയുമാണ് രോഗം പകരുന്നത് എന്നതിനാൽ ഇതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയും മാസ്ക് ധരിക്കുകയും വേണം. ഫെബ്രുവരിയിലും ഇത്തരത്തിലൊരു മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്നും കോഴിക്കോട് കുറ്റിക്കാട്ടൂരിന് സമീപം ചെമ്മത്തൂർ മേത്തൻ ജിസ്റ്റ 38 വയസ്സാണ് ഇത്തരത്തിൽ മരിച്ചത്. രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചത്. കഴിഞ്ഞ 13 ദിവസം മുമ്പാണ് മെഡിക്കൽ കോളേജിൽ പനിയും കാലുകൾക്ക് നേരിയ വീക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് നടത്തിയ ശാസ്ത്രീയ പരിശോധനകളിൽ മസ്തിഷ്ക ജ്വരമാണ് പിടിപെട്ടതെന്ന് കണ്ടെത്തി. എന്നാൽ രോഗം മൂർച്ഛിച്ച് മരണം സംഭവിക്കുകയായിരുന്നു. കുറ്റിക്കാട്ടൂരിന് സമീപം ടൈലറിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന ആളാണ് ജിസ്റ്റ. വിവരമറിഞ്ഞ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിസരത്തെ കിണറുകളിലും പരിശോധന മറ്റും നടത്തിയിട്ടുണ്ടായിരുന്നു. രോഗം പിടിപെട്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി 23-ന് കോഴിക്കോട് ചെങ്ങോട്ടുകാവ് കൂഞ്ഞിലാരി സ്വദേശിയായ 39-കാരിയായിരുന്നു ഇത്തരത്തിൽ മരിച്ചത്. 1 മാസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICU ചികിത്സയിലായിരുന്നു. രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളിൽ പൊതുവായി കാണപ്പെടുന്ന രോഗലക്ഷണങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത, നിഷ്ക്രിയരായി കാണപ്പെടുക, സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവയൊക്കെ ലക്ഷണങ്ങളാണ്. രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും പ്രകടമാകുന്നു. രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവർ ആ വിവരം ഡോക്ടറെ അറിയിക്കണം. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും ഡൈവ് ചെയ്യുന്നതും ഒഴിവാക്കണം. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. ജലസ്രോതസ്സുകളിൽ കുളിക്കുമ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം. മലിനമായ വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നതും മുഖവും വായും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും പൂർണ്ണമായി ഒഴിവാക്കണം. നെഗ്ലേറിയ, ഫൗലേറി, അക്കാന്ത അമീബ, സാപ്പിനിയ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ ഒരു മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നത്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. 97% മരണനിരക്കുള്ള രോഗമാണിത്. രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. രോഗാണുബാധ ഉണ്ടായാൽ 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. പ്രാഥമിക ലക്ഷണങ്ങൾ തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ്. കുഞ്ഞുങ്ങളിൽ പൊതുവായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത, സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവയാണ്. മാത്രമല്ല ഇത് ഗുരുതരമായി കഴിഞ്ഞാൽ മറ്റുള്ള ഈ ഒരു അപസ്മാരം പോലുള്ള രോഗലക്ഷണങ്ങളും കാണിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തവർ ആ വിവരം ഡോക്ടറെ കൃത്യമായി അറിയിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇത്തരത്തിൽ കുളിക്കാനും അതിലേക്കൊക്കെ ഇറങ്ങാനൊക്കെ ശ്രമിക്കരുത്. വലിയ ഗുരുതരമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ പോവുക. നീന്തുന്നവർ, നീന്തൽ പഠിക്കുന്നവർ മൂക്കിൽ വെള്ളം കടക്കാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കണം. കൂടാതെ വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഇറങ്ങുക. മുഖവും വായുവും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും പൂർണ്ണമായി ഒഴിവാക്കണം. മാത്രമല്ല ഈ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം പൂർണ്ണമായി ഈ സ്വിമ്മിംഗ് പൂളുകളിലേക്ക് ഒഴുക്കി കളയണം. സ്വിമ്മിംഗ് പൂളിന്റെ വശങ്ങളും തറയും ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് കഴുകണം. പ്രതലങ്ങൾ നന്നായി ഉണങ്ങാൻ അനുവദിക്കണം. നീന്തൽ കുളങ്ങളിലെ ഫിൽറ്ററുകൾ വൃത്തിയാക്കി ഉപയോഗിക്കണം. പുതുതായി
ചെമ്പായി നിറയ്ക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കണം. വെള്ളത്തിന്റെ അളവിനനുസരിച്ച് 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ 1000 ലിറ്റർ വെള്ളത്തിന് എന്ന അനുപാതത്തിൽ ക്ലോറിനേറ്റ് ചെയ്യണം. ക്ലോറിൻ ലെവൽ 0.5 ppm മുതൽ 3 ppm ആയി നിലനിർത്തണം.